ഹലോ ഗൈസ്, വെൽക്കം ടു അബി വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന മൂവി യൂത്ത്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് തുടങ്ങിയാണ്. അതായത് ഇതിൻ്റെ ഡയറക്ടർ, റൈറ്റർ, ആക്ടർ ഇതെല്ലാം ചെയ്ത കെൻ കരുണാസ്. പുള്ളിക്കാരൻ ഒരു പുതിയ ഡയറക്ടർ ചെയ്ത മൂവിയാണെന്ന് നമുക്ക് തോന്നത്തില്ല. അത്രയ്ക്കും കിടിലായിട്ട് ആ മൂവി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ഉള്ളവർക്ക്, അതായത് നമ്മൾ ഈ ജെൻസി എന്ന് വിളിക്കുന്നില്ലേ, ഞാൻ കളിയാക്കി പറയുന്നതല്ല, ഒരു 2005 ഇപ്പോഴത്തേക്കുള്ള ആൾക്കാർ, അവർക്ക് ഈ മൂവി എങ്ങനെ റിലേറ്റ് ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു 2004 മുകളിലേക്കുള്ള ആൾക്കാരില്ലേ, 2004, 2003, 2, 1 അങ്ങോട്ടുള്ള ആൾക്കാർക്ക് വളരെ റിലേറ്റ് ആയി പോണൊരു സംഭവമാണ് ഈ മൂവി. പിന്നെ സുരാജ് ഏട്ടൻ, പിന്നെ അതിലൊരു ലേഡി ക്യാരക്ടർ, ഒരു അമ്മയുടെ റോൾ ചെയ്യുന്ന ഒരാൾ, അവരുടെ പേര് എനിക്ക് അറിയത്തില്ല, എന്തോ ദേവി അങ്ങനെ എന്തോ നെയിം, എനിക്ക് ആ പേരറിയത്തില്ല. ഓക്കെ, അവർ രണ്ടുപേരും നൈസ്. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള ഈച്ച് ആൻഡ് കാസ്റ്റ് ആൻഡ് ക്രൂ നൈസ്, കിഡിലുമായിട്ട്. അതായത് നമ്മളെ സ്കൂൾ ലൈഫിൽ നമ്മൾ ചെയ്തിട്ടുള്ള മണ്ടത്തരങ്ങൾ, കൂട്ടുകാരെ കൂടെ ചേർന്ന് ചെയ്തിട്ടുള്ള പൊട്ടത്തരങ്ങൾ, പിന്നെ നമ്മുടെ ക്ലാസ്സിൽ കാണിച്ചിട്ടുള്ള വെകിളിത്തരം, നമ്മൾ ആ സ്കൂൾ ടൈമിലുള്ള കാര്യങ്ങളില്ലേ, ഈ പെമ്പിളരെ പറയാൻ നടക്കുക, പ്രപ്പോസ് ചെയ്യാൻ പോവുക, പിന്നെ എന്തെങ്കിലും നമ്മൾ ആ സമയത്ത് നമ്മൾ ആ പ്രായത്തിൻ്റെ ഒരു ഇതിൽ കാണിക്കുന്ന ഫുൾ വെകിളിത്തരങ്ങൾ എല്ലാം കറക്റ്റായിട്ട് കാണിച്ചു പോയിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അതായത് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ അതായത് ഞാൻ ഇപ്പം കാണുമ്പോൾ ഇപ്പം എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു പടമാണ്. കാരണം അങ്ങനെയുള്ള പടങ്ങൾ കുറവാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ ലൈഫിൽ ഇതേപോലെ കുറേ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ നമ്മുടെ ഫാമിലിയിൽ സംഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, നമ്മൾ ഈ അച്ഛനമ്മയായിട്ട് വഴക്കുണ്ടാക്കുന്നത്, ഞാൻ തന്നെ എൻ്റെ അച്ഛനായിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് അത്യാവശ്യം കുറച്ച് വർഷമായി. അത് എന്തോ ചോദിച്ചാൽ കാര്യം എനിക്ക് അറിയത്തില്ല. ബട്ട് എപ്പോഴും തുടങ്ങിയൊരു വഴക്ക് അതിൻ്റെ പുറത്ത് അങ്ങോട്ട് അങ്ങോട്ട് ഇതാവുന്നില്ല, ഒരു കണക്ഷൻ കിട്ടുന്നില്ല. അങ്ങനെ അപ്പം അത് നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ചിന്തിക്കത്തില്ല, നമ്മുടെ അച്ഛൻ തിരിച്ചു നമ്മുടെ അടുത്ത് സംസാരിച്ചിരുന്നെങ്കിൽ എന്നുള്ളത്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരു അടി തന്നിട്ട് കൊച്ചിലേക്ക് എന്നെ കുറെ അടിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇപ്പൊ ഒന്നൊരു അടി തന്നിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാൻ ആ കോൺസെപ്റ്റ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ചില അതേപോലെയുള്ള കുറേ കാര്യങ്ങൾ, നമ്മളെ ഫ്രണ്ട്സായിട്ട് നമ്മൾ കറങ്ങിയ കാര്യങ്ങൾ, പിന്നെ നമുക്കുണ്ടാകുന്ന അതായത് നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പം അതിൻ്റെ അകത്തുണ്ടാകുന്ന ഇൻസിഡൻസ്, പിന്നെ ഒരു ടൈം ആകുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവും. അത് നമ്മളൊരു 10+1 +2 ടൈമൊക്കെ ആകുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാകും, അത് പഠിക്കണം, ജയിക്കണം, അങ്ങനെ ഒരു തോന്നലുണ്ടാകും. അതിൻ്റെ കുറച്ചുള്ള കുറേ കാര്യങ്ങൾ ആൻഡ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതായത് നമ്മളെ ലൈഫിൽ നടന്നു പോയിട്ടുള്ള എല്ലാം ഇതിൻ്റെ അകത്ത് അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് തോന്നും, ഓക്കെ, ആ കെൻ കരുണ നമ്മളാണെന്ന്. പ്രത്യേകിച്ച് ബോയ്സിന് ഞാൻ പറയാം, ഈ 2004 അങ്ങോട്ടുള്ള എല്ലാ ബോയ്സിനും, മിക്കവാറും ഒരു 90% ബോയ്സിനും തോന്നും ഇത് നിങ്ങൾ തന്നെയാണത്. അത് മാറ്റി പറയാൻ പറ്റില്ല, അത് നിങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് ജെൻസിയുടെ കാര്യം പറയാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ, എല്ലാവരുടെ കയ്യിലും ഫോൺസ് ഉണ്ട്. അവരൊന്നും നമ്മളെപ്പോലെ എന്നല്ല, അങ്ങനെ എല്ലാവരുടെ കയ്യിലും ഫോൺസ് ഉണ്ട്. അപ്പോൾ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവർ ഈ ഫോണിൽ തന്നെയാണ് നോക്കുന്നത്. ബട്ട് ഞാനൊക്കെ ആദ്യം ഫേസ്ബുക്കൊക്കെ നോക്കുന്നത് നമ്മൾ ഈ കഫേ ചെന്ന് പൈസ കൊടുത്ത് അങ്ങനെ. ഐ തിങ്ക് എൻ്റെ ഒരു 6ാം ക്ലാസ് ടൈമിലാണ് ഞാൻ ഫസ്റ്റ് ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഈ സ്മാർട്ട് ഫോൺസ് അങ്ങനത്തെ ഈ സാംസങ്ങിൻ്റെ ആ ചെറിയ ഫോണോ അങ്ങനെ എന്തോ ചെറിയൊരു അതിൻ്റെ അകത്ത് എന്തോ ഫസ്റ്റ് ഫേസ്ബുക്ക് തുടങ്ങിയാന്ന് തോന്നുന്നു, മീൻസ് വന്നു തുടങ്ങിയത്. ബട്ട് ഞങ്ങൾക്ക് അപ്പോഴും ആ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പം ഞാനും അപ്പോഴത്തെ 1-2 ഫ്രണ്ട്സും ചേർന്ന് ഈ കഫേ പോയി പൈസ കൊടുത്ത് എന്നുവെച്ചാൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്ന പൈസ കൊടുത്ത് സിനിമ കാണാൻ എന്നുവെച്ചാൽ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീല് വരും. അങ്ങനെ ഒരു പടം ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോയിരുന്ന് നമ്മളെ ചിരിക്കാനും ചിന്തിക്കാനും എല്ലാത്തിനും പറ്റിയൊരു പടം. ആൻഡ് നമുക്ക്
ഒരു റിഗർട്ട് ഫീൽ ഉണ്ടാവും ഇത് കണ്ടു കഴിയും. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി. കാരണം വെച്ചാൽ ഇത്രയും കാലമായിട്ട് നീ എന്തൊരു ചെയ്ത്, നീ ഇത്രയും പഠിച്ച്, എന്നിട്ട് ഇപ്പൊ ഇനി എന്ത് ചെയ്യുന്നു, ഇനി ഫ്യൂച്ചറിൽ എന്താവും, ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ എന്റെ മൈൻഡിൽ ഇങ്ങനെ വന്നുപോയി. നമിക്കാണ്. കാരണം കെൻ കരുണാസ് പുള്ളിക്കാരൻ ഒരു പുതിയ ഡയറക്ടറാണ്. മീൻസ് ഇതിന് മുമ്പ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടില്ല പുള്ളിക്കാരൻ. ഒരു ഷോർട്ട് ഫിലിം ഡയറക്ടർ ആയിട്ട് പോലും എനിക്കറിയത്തില്ല. ബട്ട് ഇത് ഡയറക്റ്റ് ചെയ്ത് അതിന്റെ ആവശ്യമുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ കൊടുത്ത് ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന മ്യൂസിക്സ് അത് കറക്റ്റ് അതിന്റെ ആവശ്യമുള്ള തന്നെ പ്ലേസ് ചെയ്ത്, പിന്നെ നമ്മുടെ ഒരു ചെറുക്കന് അവന്റെ ലൈഫിൽ ഉണ്ടാവുന്ന ഇൻസിഡൻസ് അതേപോലെ ഇങ്ങനെ ചെറുത് അതൊരു സിനിമയാക്കി. അതായത് ഇപ്പം ഓടിക്കൊണ്ട് ഞാൻ ഇന്ന് പോയപ്പോൾ തിയേറ്റർ ഹൗസ്ഫുൾ. ഇത് എങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഒരു പുതിയൊരു നടൻ, പുതിയൊരു ഡയറക്ടർ വരുന്ന ഒരു സിനിമ നമ്മൾ ഈ കണ്ട് ജയിപ്പിക്കാന്ന് പറയത്തില്ലേ, അങ്ങനെ കണ്ട് ജയിപ്പിക്കാൻ പറ്റിയ ഒരു സിനിമയാണിത്. എന്നുവെച്ചാൽ പുള്ളിക്കാരൻ ഇനി എൻ്റെ ഞാൻ ഈ സിനിമ കാണുമ്പോൾ ഒരു ഡയറക്ടർ, ഒരു ആക്ടർ, അവരുടെ ഒരു പടം വരുമ്പോൾ നെക്സ്റ്റ് ഒരു പടം കാണണം എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. എക്സാക്ട്ലി ദാറ്റ്. ഈ കെൻ കരുണാസ് ഇനി ചെയ്യാൻ പോകുന്ന ഒരു പടം ഞാൻ പോയി കണ്ടെന്നിരിക്കും. അടുത്തടുത്ത സിനിമകൾ വരുമ്പോൾ പോയി കാണാനുള്ള ഒരു ത്വര വരുമല്ലോ നമുക്ക്. അത് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക്. മീൻസ് ഇയാൾ ചെയ്യുന്ന പടം ഇനി മോശമായി പോവത്തില്ല എന്നുള്ളൊരു കാര്യം അത് ഈ സിനിമയ്ക്കകത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഫസ്റ്റ് പടം തന്നെ ആക്ട് ചെയ്തു, ഡയറക്റ്റ് ചെയ്തു, സ്ക്രിപ്റ്റ് എഴുതി, പാട്ട് പാടി. ആ തിങ്കിങ് മൈൻഡ് ആൻഡ് ആ ഒരു ഇത് എടുക്കുക വെച്ചാൽ ഒരു പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് നമ്മളെ കൊണ്ട് പറ്റൂലെന്ന് പറയാതെ അത് ചെയ്ത് കാണിച്ച് അവിടെ എൻ്റെ ഒരു ലൈഫിൽ ഒരു സൂപ്പർ ഹീറോയിക് മൊമെന്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരാളാണ് കെൻ കരുണാസ്. അതായത് നമ്മുടെ ലൈഫിലുണ്ടായ അതിന് പറഞ്ഞ ഇതായിപ്പോവും, സ്പോയിലറായിപ്പോവും. അതുകൊണ്ട് ആ കാര്യം കൂടുതലായിട്ട് ഞാൻ ചെയ്തു. നമുക്ക് ഫാമിലി ആയിട്ട് പോയി കാണാം, ഫ്രണ്ട്സായിട്ട് പോയി കാണാം. അതിനൊക്കെ പറ്റിയൊരു പടം. നിങ്ങൾ കുറേ ചിരിക്കും, കുറേ ചിന്തിക്കും, കുറേ നൊസ്റ്റാൾജിക് ഫീൽസ് ഉണ്ടാവും. അത് തന്നെ, അത്രേ ഉള്ളൂ. എല്ലാവരും പോയി കണ്ടു നോക്കി. നൈസ് പടം. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി. എനിക്ക് ഈ ചില സിനിമകൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ സിനിമകളുണ്ടല്ലോ, അങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ എനിക്ക് പേഴ്സണലി ഉള്ളിൽ ഫീലാവും. അങ്ങനെ ഒരു പടം എനിക്ക് ഇതിന് മുമ്പ് ഇങ്ങനെ ഫീലായ പടം ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഈ പടം എനിക്ക് കുറച്ച് ഫീലായി. ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്രിഞ്ച് ഫീലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഓക്കെ, നല്ലൊരു പടം. നിങ്ങൾ പറ്റണമെങ്കിൽ പോയി കണ്ടു നോക്ക്. പറ്റണമെങ്കിലല്ല, മാക്സിമം പോയി കണ്ടു നോക്ക്. നല്ല കിടിലൻ പടം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ കുറേ ചിരിച്ച്, കുറേ ചിന്തിച്ച്, നമ്മുടെ ലൈഫിൽ ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ട ഒരു ടൈമുണ്ട്. ആ ഒരു ടൈം എത്തിയെന്ന് മനസ്സിലാക്കി തന്നൊരു സിനിമ. അത്രേ ഉള്ളൂ. ബിഗ് സല്യൂട്ട് ഫോർ കെൻ കരുണാസ് ആൻഡ് അവരുടെ ടീം. അവരവരുടെ ഫ്രണ്ട്സ് ടീം വെച്ചാണ് ആ സിനിമ എഴുതിയത്, ഡയറക്റ്റ് ചെയ്തത് എല്ലാം. അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ നിന്ന് തന്നെയാണ് ആ കഥ ഉണ്ടായത്. പോയി കണ്ടോ ഗൈസ്, കൊള്ളാം, നല്ല നൈസ് പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഞാൻ 100% ഉറപ്പ് പറയണം, നിങ്ങൾക്ക് 100% ഇഷ്ടപ്പെടും. ആൻഡ് ബൈ. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്.